നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് യാതൊരു വേവലാതിയുമില്ല. നമ്മൾ കേരളത്തെ കമ്പയർ ചെയ്തിരുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസിനോടൊക്കെയാണ്. അവരോടൊക്കെ മത്സരിക്കണം അവരുമായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചുരുങ്ങി നേരത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് കുട്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ തമാശ ഒഴിച്ച് നിർത്തിയാൽ ഇപ്പം നമ്മൾ ചുരുങ്ങി വന്നിരിക്കുന്നത് ആന്ധ്ര കണ്ടില്ലേ, അതിനേക്കാൾ ഭേദമല്ലേ, തമിഴ്നാടിനേക്കാൾ മെച്ചമല്ലേ എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മൾ ചുരുങ്ങി വരികയാണ്. ഒരു കാര്യം പ്രധാനപ്പെട്ട ഒറ്റ കാര്യം ഞാൻ പറയാം. കുറേ കാര്യങ്ങൾ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടയാളം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ. ഈ 3 കാര്യങ്ങൾ സർവീസായിരിക്കണം രാജ്യത്തിൻ്റെ. ഇവിടുത്തെ ഒരു പൗരന് സിസ്റ്റത്തോട് അയാൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ അത് സർവീസായിരിക്കണം. മറ്റേത് രാജ്യത്ത് പോലും നിങ്ങൾ കാണാം. എന്നാൽ കേരളത്തിൻ്റെ അതൊരു LDFൻ്റെ 10 കൊല്ലത്തെ പ്രശ്നമല്ല കേട്ടോ. ഞാൻ പറയുന്നത് അതിനു മുമ്പ് തന്നെ പതുക്കെ അത് തുടങ്ങി. നമ്മൾ പതുക്കെ 2 ഗവൺമെൻറ് ആയാലും വന്ന മാറ്റങ്ങളുടെ പ്രശ്നം അതാണ്. സർവീസിൽ നിന്ന് നമ്മൾ മാറി. എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ട് ഇവിടെ അൺഎയ്ഡഡ് ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് യാതൊരു വേവലാതിയുമില്ല. പക്ഷേ ഗവൺമെൻറ് സ്കൂൾ ശക്തിപ്പെടുന്നതാണ് സർക്കാരിൻ്റെ കണക്കല്ലേ. ഈ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകളെടുത്ത് ഞാൻ വന്ന് നിങ്ങളോട് തർക്കിക്കാം. ഭീകരമായി കൊഴിഞ്ഞുപോയി പോകുന്നത്. പിന്നെ അവർ സ്വകാര്യ മേഖലകളിലേക്കാണ്. ഇവിടുത്തെ ആദിവാസികളിൽ പണിയർ വിഭാഗം മാത്രം കൊഴിഞ്ഞു പോകുന്നത് 64%. ഞെട്ടിപ്പിക്കുന്നതാണ്. വയനാട്ടുകാരനോട് എനിക്ക് കണക്കറിയാം. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളുടെ മികവൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. സർവീസുകൾ പൂർണ്ണമായിട്ട് പോയി. കേരളത്തിലെ എഡ്യൂക്കേഷനിൽ നിന്ന് സർവീസ് എടുക്കപ്പെടുകയും ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വന്നു.